ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. മണ്ണേങ്കോട് യു പി സ്കൂളിൽ നടന്നു വന്നിരുന്ന കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSE വിഭാഗം സപ്തദിന സഹവാസ ക്യാമ്പായ നേർവഴി സമാപിച്ചു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSE വിഭാഗം സപ്തദിന സഹവാസ ക്യാമ്പായ നേർവഴി മണ്ണേങ്കോട് യു പി സ്കൂളിൽ സമാപിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം വേലായുധൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം KC ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ ഒരു 50 കുട്ടികൾ ഒന്നിച്ച് രാവും പകലും 7 ദിവസം തുടർച്ചയായിട്ട് വിവിധ പരിപാടികൾ, വിവിധ നിങ്ങളുടെ ആക്ടിവിറ്റികൾ നിങ്ങൾ ചെയ്യുകയാണ്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഇനി വന്നു കഴിഞ്ഞപ്പോൾ സ്കൂൾ തുറക്കും. 30-ാം തീയതി സ്കൂൾ തുറക്കും. 30-ാം തീയതി സ്കൂൾ തുറന്ന് കുട്ടികൾ ഈ സ്കൂളിലേക്ക് വരുമ്പോൾ ചില അത്ഭുതങ്ങൾ കാണുകയാണ്. മനസ്സിലായല്ലോ എന്താ അത്ഭുതങ്ങളുള്ളത്? ഒന്ന് തന്നെയാണ് ഈ നമ്മുടെ നേരെ പിന്നിൽ കാണുന്ന ഈ സ്റ്റെപ്പുകൾ. അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ കാണുന്നത് ഇത് ആരാ ചെയ്തതെന്നുള്ള അന്തം വിട്ട് നിൽക്കുന്ന കുട്ടികളുണ്ടാവും പലപ്പോഴും. അപ്പോൾ അവർക്ക് മനസ്സിലാവും. ഒപ്പം ഹൈസ്കൂളിലെ VHSEയിലുള്ള 50 കുട്ടികൾ 7 ദിവസം രാവും പകലും ഈ സ്കൂളിൽ താമസിച്ചു, ഉണ്ട്, ഉറങ്ങി, ഒന്നിച്ച് ഉറങ്ങി. അത് മാത്രമല്ല ചെയ്ത്, അപ്പുറത്തൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കി ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. നിങ്ങൾ പല രീതിയിലുള്ള അനുഭവങ്ങളുണ്ടായി. നേരത്തെ ഇവിടെ മിനി ടീച്ചർ പറഞ്ഞ പോലെ തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ക്ലാസ് എടുത്തു. ആ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ മന്ത്രം മനസ്സ് നന്നാവട്ടെ എന്നാണ്. ഈ 50 കുട്ടികൾ ഇന്ന് ഈ ക്യാമ്പ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതാവണം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ആശയം. മനസ്സ് നന്നാവട്ടെ. 50 കുട്ടികളല്ല, ഈ ലോകത്തിൻ്റെ മനസ്സ് തന്നെ നന്നാവട്ടെ എന്ന് നമ്മൾ ഈ സന്ദേശം മറ്റ് സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഗ്രാമപഞ്ചായത്ത് അംഗം മിനി, PTA പ്രസിഡന്റുമാരായ കൃഷ്ണകുമാർ, സുരേഷ് കുമാർ, SMC ചെയർമാൻ സാജിദ്, PTA SMC കമ്മിറ്റി അംഗങ്ങൾ, പ്രിൻസിപ്പൽ T ഷാജി, പ്രോഗ്രാം ഓഫീസർ അബൂബക്കർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. മികച്ച ക്യാമ്പ് അംഗങ്ങൾക്കുള്ള സമ്മാന വിതരണം വിശിഷ്ടാതിഥികൾ നിർവഹിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി അടുക്കളത്തോട്ട നിർമ്മാണം, ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, സ്കൂൾ ബ്യൂട്ടിഫിക്കേഷൻ, ഡിജിറ്റൽ ലിറ്ററസി, ആന്റിബയോട്ടിക് ദുരുപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ, സ്നേഹാരാമ നിർമ്മാണം, ട്രോമ കെയർ പരിശീലനം, ഫയർ ആൻഡ് റെസ്ക്യൂ പരിശീലനം, MT വാസുദേവൻ നായർ അനുസ്മരണം, അഭയം സന്ദർശനം തുടങ്ങിയവ നടത്തി.